ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും എന്തെടുക്കാനും സുഖമായിട്ടിരിക്കുകയാണ് എല്ലാവരും. ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ് കേട്ടോ. എൻ്റെ സ്വന്തം വീട് മോനിപ്പള്ളിയാണ്. അപ്പോൾ 2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്താലല്ലേ എനിക്ക് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെയില്ല ഗൈസ്, ഞങ്ങൾ ഇന്ന് രാവിലെ കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സമയം ഏകദേശം ഒരു 10 മണിയായി. അപ്പോൾ എന്നെ ഐറ്റംസ് എന്ന് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ഗസ് ദ ഫ്രൂട്ട് നെയിം ചലഞ്ച് അങ്ങനെ കുറച്ച് ഷോർട്സ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി മേടിച്ചാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് 2 ആപ്പിൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ബില്ലിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്, അതിൻ്റെ കൂടെ 2 ആപ്പിളും ഉണ്ട്. പക്ഷേ വീട്ടിൽ വന്നപ്പോൾ 2 ആപ്പിളില്ല. ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചീനെ പറഞ്ഞു തരാമെന്ന് ഓർത്തിട്ട് ചേച്ചിയാണ് സാധനം മേടിച്ചത്. അപ്പോൾ ഞങ്ങളൊന്ന് കട വരെ പോവാണ് കേട്ടോ. ഞാൻ 2 ആപ്പിൾ മേടിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, ചേച്ചി അങ്ങനെ പോയി. ആ ഒരു ജംഗ്ഷൻ കണ്ടോ, അവിടെ നിന്ന് അങ്ങ് മാറിയിട്ടാണ് കേട്ടോ പച്ചക്കറി കട. അപ്പൊ ചേച്ചി പോയിട്ട് ആപ്പിൾ കിട്ടുമോ നമുക്ക് നോക്കാം. ഞാനും കിച്ചും ഉണ്ട്. അതെ, പിന്നെ ചേച്ചിക്ക് ഒരു മെന്റൽ സപ്പോർട്ടിലാണ് കിച്ചു കൂടെ വന്നത്. എനിക്ക് പക്ഷെ അങ്ങനെ അടി ഉണ്ടാക്കാനുള്ള ഒരു കഴിവില്ല. വീട്ടിൽ കെട്ടിയവരോട് അടി ഉണ്ടാക്കാം, പക്ഷെ പുറത്തിറങ്ങിയ അങ്ങനെയുള്ള തരുമായിരിക്കല്ലേടാ. അതെന്നാന്നറിയാം, ഗെയിം കളിക്കാൻ വേണ്ടി ഓറഞ്ചും തണ്ണിമത്തനും മാംഗോയും സെറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ആപ്പിളും ഉണ്ടായിരുന്നു. ആപ്പിളും കൂടെ സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കിയപ്പോഴാണ് ആപ്പിൾ കാണാനുള്ളത്. അപ്പൊ തന്നെ ഈ പോന്നു. നമ്മുടെ കുറച്ച് സമയം പോയില്ലേ, സമയം, നമ്മുടെ പെട്രോള്. അപ്പൊ ആപ്പിൾ നമുക്ക് എന്തായാലും കിട്ടണം. ഇല്ല, ഇതിവിടെ കടപ്പുറം. ചിലപ്പോ അവർക്ക് വിട്ടുപോയതായിരിക്കും. ചേച്ചി വരുമ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം. ആപ്പിൾ മേടിച്ചിട്ട് ചേച്ചി ഭയങ്കര വിജയശ്രീ ലാളിതയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ചേച്ചി ആപ്പിൾ കിട്ടിയോ? അതെന്താ പറഞ്ഞേ? അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ? അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കിച്ചുവിന് ആവശ്യം വേണ്ടി വന്നില്ല. ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ 2 ആപ്പിളാണ് കേട്ടോ മേടിച്ചേ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിൽ പോകാം. അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോട്ടെ കേട്ടോ. ശരി, ഞാനൊരു കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കാത്തർത്ത് വന്നായിരുന്നു അല്ലേ ഗൈസ്. ഞങ്ങളില്ലേ കുറച്ച് ഗെയിം ഷൂട്ട് ചെയ്തേ. ഗെയിം ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഗസ് ദ ഫ്രൂട്ട് നെയിം ചലഞ്ചും പിന്നെ ഈ കുളങ്കര പോലെ യെസ് ഓർ നോ ചാടുന്നതാണ്. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ എമിമോള് കേടു എന്താ കളി തീരുന്നില്ല. കാര്യം നല്ല ടയേർഡായി. ചേച്ചി ടയേർഡായോ? അടുത്തിരിക്കും. ചേച്ചി എല്ലാ കളിയിലും തോറ്റു. എടു ഏതെങ്കിലും കളി ജയിച്ചോ? എടു ഏത് കളിയില് ജയിച്ചേ? അയ്യോ, ഏത് പറഞ്ഞത് ജയിച്ചു? എമിമോളാണ് കേട്ടോ സ്കോർ ചെയ്തേക്കുന്നത്. എമിമോൾ കുറെ ഗെയിംസിൽ ജയിച്ചു. ഇതാണ് വീഡിയോ എടുക്കുന്നത് എന്റെ കിച്ചുമോൻ അനിയൻ. ഇനി ഞങ്ങൾ തോട്ടിൽ പോകട്ടെ. നോയി എണീറ്റിട്ടില്ല, അപ്പൊ നോയിനെയും കൂട്ടിയിട്ട് തോട്ടിൽ പോകാനാണ്. ഗൈസ്, അപ്പൊ ഞങ്ങളെ ഗസ് ദ ഫ്രൂട്ട് നെയിം ചാലഞ്ചും പിന്നെ എന്തൊക്കെയാ കളിച്ച എമ്മിമോളെ? യെസ് ഓർ നോയും പിന്നെ അല്ല നോ എക്സ്പ്രഷൻ ചാലഞ്ച്. അപ്പൊ ഞങ്ങൾ ഇത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് കാണണം കേട്ടോ. പറയടൂ. ഓക്കെ, നോട്ടെ ഗൈസ്. കണ്ടോ ജെറ്റ് വിമാനം പോകുന്നത്? നിങ്ങൾ ആരെയല്ല എന്നെ പോലെ ഇപ്പോഴും ജെറ്റ് വിമാനമൊക്കെ പോകുമ്പോൾ ആകാശത്ത് ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ടോ? നല്ല രസം കേട്ടോ. ജെറ്റ് വിമാനം നോക്കിയിരിക്കുന്ന കുറച്ച് ടീമുകളാണ് കേട്ടോ ഇത്. ഇപ്പോഴും ജെറ്റ് വിമാനം നോക്കിയിരിക്കുന്ന ടീം. ഹേ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പോ തോട്ടിൽ പോവാണ് കേട്ടോ. കുറച്ച് ഒരിറക്കൊക്കെ ഇറങ്ങിയിട്ട് പോകണം തോട്ടിലേക്ക്. അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിലാണ് ഇപ്പോൾ വീഡിയോ പിടിക്കുന്നത്. ഞാൻ ഇതുവരെ ബാക്ക് ക്യാമറയിൽ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. കുറേ നാളായി ഇപ്പോൾ തോട്ടിലൊക്കെ ചാടിയിട്ട്. ഇവരും എനിക്ക് തോന്നുന്നത് ഞാൻ വരുമ്പോൾ മാത്രമാണ് തോട്ടിൽ പോകാറുള്ളൂ. അല്ലേ എമ്മിമോളെ? നിങ്ങൾ തോട്ടിൽ പോകാറുണ്ട് ഇപ്പം? ഞാൻ വരുമ്പോൾ മാത്രമാണ് നിങ്ങളിപ്പോൾ തോട്ടിൽ പോകാറ്? അതാ പറഞ്ഞേ, നിങ്ങൾക്ക് ഇടയ്ക്ക് തോട്ടിൽ പൊയ്ക്കൂടെ? അല്ല, നിങ്ങൾ പോവാത്ത സമയം കിട്ടാറില്ല അല്ലേ? സ്കൂൾ ഇവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ സ്കൂളിൽ പോകണം, പിന്നെ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ട് ട്യൂഷനുണ്ട്, പിന്നെ കരാട്ടെ ക്ലാസ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികൾ
പിള്ളേരാണ് ഇത് നടക്കുന്നത്. നോയിയൊക്കെ ബഹളം വെക്കാണ്. നല്ല രസമാണ് കേട്ടോ. അത്യാവശ്യം വലിയ തോടാണ്. ഞങ്ങൾ കുഞ്ഞിലെ ഇവിടെ വന്നിട്ട് കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് 4 മണി കഴിഞ്ഞിട്ട് വരുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ തോട്ടിൽ പോയി ചാടിഞ്ഞായിരുന്നപ്പം ഈ ഒരു നഴ്സറിയിലൊക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഡ്രസ്സ് അലക്കുന്നതൊക്കെ. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് അലക്കാമെന്ന് അറിയത്തില്ല. വെല്ലുമിച്ച് ഞങ്ങളോട് ഇങ്ങനെ നമ്മളെ ഡ്രസ്സൊക്കെ നമ്മൾ തന്നെ അലക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ പണ്ടോട്ടേ ഇങ്ങനെ അലപ്പിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ തോട്ടിൽ ഈ കല്ലയിലൊക്കെ പോയിട്ട് തന്നെ ചുമ്മാ കുത്തിപ്പിഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വരും. വലിയ വൃത്തിയൊന്നും കാണില്ല, എന്നാലും അങ്ങനെയൊക്കെ അലക്കുമായിരുന്നു കേട്ടോ. അയ്യോ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ക്യാമറയൊക്കെ വെച്ചിട്ട് ഇവിടെ ആക്ച്വലി ഇപ്പോൾ നമ്മളൊന്നും വന്നങ്ങനെ കുളിക്കാറ് നമ്മൾ ചെറുപ്പത്തിലാണ് വന്നിട്ടുള്ളൂ. പക്ഷെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ വീഡിയോ അങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു പാലാണേ. ഞാൻ 0.5 ഇടാം. യെസ് ഹായ് നോക്കൂ ചാൻ, നോക്കിക്കേ നമ്മൾ എവിടെ പോയി പോണേ? എവിടെ? ോ തോട്ടി ചാടണോ? നിനക്ക് വയ്യാണ്ടിരിക്കല്ലേ? നിനക്ക് അപ്പൊ തോട്ടി ചാടണോ? നിനക്ക് നീന്താ അറിയോ? ഓക്കെ. ആന്റി ആന്റി വിളിക്കുന്നുണ്ട്. ആന്റി ചേച്ചിയോ? ഓ ഞാൻ ചാടുന്നുണ്ട് കേട്ടോ. ഞാൻ കുറെ നാളായി തോട്ടി വന്നിട്ട്, അതുകൊണ്ട് എന്തായാലും ഞാൻ ചാടുന്നുണ്ട്. ദഹിച്ചു. ചേച്ചിയുടെ വണ്ടി ഇങ്ങനെ പോന്നപ്പോ ചേരപ്പാമ്പിനെ കണ്ട അതിന്റെ വാലയിൽ കേറി അല്ലേ ചേച്ചി? ആ ബാബാ അമ്മ എടുക്കാം. അയ്യോ എന്റെ കൊച്ചിനെ ഞാൻ എടുക്കട്ടെ. നോക്കിച്ചാനിങ്ങി നോക്കിയ നോയി എവിടെ പോവാ? തോട്ടി പോണ നോയ്ക്ക് ഇഷ്ടാണോ? ഇഷ്ടാണോ? നോയ്ക്കില്ലേ, നോയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തോട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാം. നോയ് കുഞ്ഞായിരുന്നപ്പോ വരെ ഈ നടന്നു തുടങ്ങിയപ്പോ തന്നെ അവൻ ഇവിടെ വന്നിട്ട് ഇതേ തോട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകും. പിന്നെ ഇങ്ങോട്ടുള്ള റോഡൊക്കെ ടാറിട്ട് ഐ മീൻ ഇച്ചിരി ചരലൊക്കെ ആയിട്ടിരിക്കാം. നോയ് ഇവിടെ വന്ന് വീണിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നോയുടെ നെറ്റിയിലൊരു കണ്ടോ, ഇവിടെ കണ്ടോ ഒരു പാട് കണ്ടോ? ഒരു സ്റ്റിച്ച് ഇടാനുള്ള പാടുണ്ടായിരുന്നു. അത് നോയ് ഇവിടെ വന്നിട്ട് വീണതാ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാ. പക്ഷെ കൊച്ചല്ലേ, അവൻ ഓടിച്ചാടി കളിക്കുകയൊക്കെ ചെയ്യില്ലേ. ഓ നോയ് ഭയങ്കര എക്സൈറ്റഡ് ആണോ നോയ്? തോട് തന്നെ ഇറങ്ങാൻ വേണ്ടിട്ടേ. അയ്യോ ഇത്ര കൊതിയാണോ നോയ്? പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ? ഗൈസ് ഞങ്ങളെ ഇവിടെ ചാടാന്നോർത്തായിരുന്നു, പക്ഷെ ഇവിടെ കുറച്ച് ചേട്ടന്മാർ ഇപ്പുണ്ട്. ആണോ? അല്ല എന്നാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് പോവാ. അപ്പൊ ആ ചേട്ടന്മാരങ്ങ് പോയി. നോയ് നമുക്ക് അവിടെ പോയി ഇറങ്ങാം. അവിടെ നോക്കാം എങ്ങനെയുണ്ടെന്ന അവസ്ഥ. കരയില്ലേ നോയ്? കട്ട് ചെയ്യില്ല. ഇത് കണ്ടോ, ഈ ടയറാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം അങ്ങാണ്ട് കെട്ടിയതാന്ന് തോന്നുന്നു. ഇവിടെ ഒരു പ്ലാവിന്റെ കൊമ്പയില്. അവിടെ പോ. നോയ് ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടാടാ? ഓ നല്ല തണുപ്പുണ്ട് കേട്ടോ. അയ്യോ നല്ല തണുപ്പാ. ഞാനൊരു 2-3 തോട്ടിലൊക്കെ പോയിട്ടുണ്ട്. 2-3 തോട്ടിലേ പോയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള എൻ്റെ നാടായതുകൊണ്ട് പറയല്ല കേട്ടോ. നല്ല ക്ലിയർ ആണ് വെള്ളം. ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ ഇത് കണ്ടോ, ഇതിനകത്തെ കല്ലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതുണ്ടോ, അത്രയ്ക്ക് ക്ലിയർ ആണ്. നോയ് ആദി വീഴല്ലോട്ടോ. എഡുവിനെ എടുക്കോ. എഡുവിന് നീന്താൻ അറിയാട്ടോ. എഡു നീന്തൽ സ്വിമ്മിങ് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു വെക്കേഷന്. കഴിഞ്ഞല്ല അല്ലേടാ? എന്താ അയ്യോ എടാ എടു നീ അങ്ങനെ വീഴല്ലോ കേട്ടോ. പുറടിച്ച് കഴിഞ്ഞാൽ വേദന എടുക്കും. അങ്ങനെ വീഴല്ലേ. ആന്റി എവിടെ പോവാ? ആന്റി ഓ ആന്റി വിറക് വെക്കാൻ പോവാ.
ഇത് കുറച്ചുകൂടെ പൊക്കി കെട്ടുവായിരുന്നെങ്കിൽ കിടിലിനതിന്. ഞാൻ കുറേ നാൾ കിട്ടിട്ടോ തോട്ടി വന്നേ. ഭയങ്കര രസമുണ്ട്. എനിക്കിങ്ങനെ എന്നാ പറയാ, കൊച്ചിലേക്ക് വന്നിങ്ങനെ നീന്തലൊക്കെ പഠിച്ചൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇനി നോയിനെ നീന്തൽ പഠിപ്പിക്കണം. നോയി നമുക്ക് നീന്തിയാലോ? നീന്താ നീന്താ. അതെങ്ങനെ പിടിച്ചേ? അടിച്ചേ. കാലും കൈ അടിക്ക്. കാലും കൈ അടിക്ക്. കാലും കൈ അടിച്ചേ. അടിക്ക്. ഇങ്ങനെ കാല് അത് മനസ്സിലാകത്തില്ല. കാലും കൈ അടിച്ച നോയി. ഓ നോയിക്കേ വല്ല വാഴപ്പിന്റെ ഒക്കെ കൊടുക്കേണ്ടി വരും തോന്നണം. ആണോ കുളിക്കും? എനിക്ക് ചേച്ചിയോടാണ് ചോദ്യം, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എടാ വലിക്ക്, അല്ലെ പോകൂല. ഓ ചേച്ചി നല്ല സൂപ്പറായിട്ട് നീന്തുന്നുണ്ടല്ലോ. ഫ്രണ്ടിലോട്ട് പോകുന്നില്ല, ബാക്കിലോട്ട് പോകുന്നില്ല. ഗുഡ് ഗുഡ്. ആ ഒരു എന്തായാലും മുങ്ങി പോകുന്നില്ല. അവിടെ അടിച്ചേരി നിന്നോളും. എന്തോ നീ എന്നെ എടുക്ക. നോയിയുടെ ചുരുണ്ട മുടി നീണ്ടു. നോയ്ക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നോ നോയി? സൂക്ഷിച്ചേക്ക്. നോയിക്കാണെങ്കിൽ ഇല്ലേ അങ്ങ് നടുക്കേക്കൊക്കെ പോണം. നോയ്ക്ക് ഇങ്ങനെ ഇച്ചിരി ആഴം കുറഞ്ഞെടുത്തൊന്നും നിന്നാ പോരാ. ഏതാ ഞാൻ നിൽക്കുന്ന താമരച്ചേമ്പാണ് കേട്ടോ ചേച്ചി പറഞ്ഞത്. ഈ താമരച്ചേമ്പിന്റെയും നോർമൽ ചേമ്പിന്റെയും ഡിഫറൻസ് എന്താ? പറയൂ പറയൂ സുഹൃത്തെ. ഡിഫറൻസ് ഒന്നും അറിയത്തില്ല. താമരച്ചേമ്പാണ് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഓ ഞാനത് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചേമ്പ് ചേനയൊക്കെ ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതേ നിൽക്കുന്ന ചേച്ചി പറഞ്ഞ താമരച്ചേമ്പ്. അതിനെ എല്ലാ ചേമ്പിനെ പോലെ ഒത്തിരി ഇങ്ങനെ വിത്തുകൾ കാണിയല്ലോ, ഒരൊറ്റ വിത്തേ കാണുള്ളൂ. അത് ഒരു ഒറ്റ വിത്ത് വലിയതായിരിക്കും. നമുക്കിതിനെ ഭയങ്കരമായിട്ട് കിടുക്കാൻ പറയും. കുറേ നാളായി ഇറങ്ങിയിട്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കിടുക്കുന്നത്. അത് ഈ സമയത്തിൻ്റെ ഇടം ഇപ്പോൾ ഒരു വൈകുന്നേരമാണ് കേട്ടോ. നല്ല നട്ടുച്ച വെയിലത്തൊക്കെ വന്ന് ചാടിയാൽ മതി. പല്ലൊക്കെ കൂട്ടിയിരിക്കുന്നു. എനിക്കങ്ങനെ തീരെ തണുപ്പ് പറ്റില്ല. മേ ബി അതായിരിക്കും. കൈസ് അങ്ങനെ തോട്ടി ചാടി കഴിഞ്ഞു കേട്ടോ. എല്ലാവരും നല്ല വിറച്ചാണ് പോകുന്നത്. നോയി നോയി തോട്ടി പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടായോ? കളിച്ചോ? ആ കളി മാത്രല്ല, അതിന്റെ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചോ? വെള്ളം കുടിക്കാൻ കൊള്ളുവോ? തോട്ടിലെ വെള്ളം കുടിക്കാൻ കൊള്ളൂല കേട്ടോ. ആ ചേച്ചി വെള്ളം എല്ലാം അറിയാം. പക്ഷെ കുടിച്ചു കുടിച്ചു പോയി. മതി മതി മതി. യെസ്, എന്റെ ഗ്രാമം. ശരിക്കും ഇതൊരു ഗ്രാമം. എങ്ങനെയുണ്ട് കുളിച്ചിട്ട്? തോട്ടി പോയി കുളിച്ചിട്ട് എങ്ങനെയുണ്ട്? തലക്കൊരു സുഖമൊക്കെ ഉണ്ടോ? കോലുമിഠായാണോ നോക്കിയാണ്ടേ? കോലുമിഠായി ഉണ്ടോ? നോക്കി എന്തോ? മൂന്നെണ്ണം എടുത്തോ. ആ മൂന്നെണ്ണം മതി. എത്രയാ? എടാ പൈസ തരുമോടാ ചോദിച്ചു. കരവട്ട് നമ്മള് കുരുനാട് വരെ പോയതാ. എന്നാ ശരി എന്നാ. സന്തോഷായോ നോയിക്ക്? ഭയങ്കര സന്തോഷായോ? കുളി കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് ഭയങ്കര ബഹളം. ലോലിപ്പോപ്പ് മേടിച്ചാനെന്ന്. നിനക്ക് ലോലിപ്പോപ്പ് കഴിക്കാൻ കൊള്ളുമോ നോയി? പല്ല് കേടാവുന്ന അറിയില്ലേ? അയ്യോ എല്ലാരും പേടിച്ചു.
ഹേ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. പിള്ളേരൊക്കെ അവിടെ ടി വി ഒക്കെ കാണും, പിന്നെ ഭയങ്കര ബഹളവും ഫുഡ് കഴിക്കലൊക്കെയാണ്, ഇച്ചിരി ബിസിയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.